എല്ലാവർക്കും നമസ്കാരം. മഹാക്ഷേത്രങ്ങളിലെ ദർശനത്തിന് ഓരോ വിധികളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദർശനം നടത്തുവാണെങ്കിൽ ആ പുണ്യക്ഷേത്രത്തിലെ, ആ മഹാക്ഷേത്രത്തിലെ ചൈതന്യം പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇന്നിവിടെ മധുര മീനാക്ഷി ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ രീതികൾ, പ്രാധാന്യം എല്ലാവർക്കും അറിയാം. മധുര മീനാക്ഷി ക്ഷേത്രം ഏറ്റവും കൂടുതൽ ചൈതന്യം ഉള്ളതും നമുക്ക് ദർശനം നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ധനത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അഭീഷ്ടങ്ങൾക്കായിക്കോട്ടെ, എല്ലാത്തിനും അമിതമായ ചൈതന്യം നൽകി അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു മൂർത്തിയാണ്, ഒരു ദേവിയാണ് മധുര മീനാക്ഷി അമ്മ. മീനാക്ഷി അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മധുര മീനാക്ഷി. അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുമ്പോൾ ഒരുപാട് വിധികളുണ്ട്. അതനുസരിച്ച് നമ്മൾ ദർശനം നടത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കും. അതിനാണ് പറയുന്നത്, മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളുടെ ഗുരു, നമ്മുടെ ആചാര്യൻ കൂടെ ഉണ്ടാവണം. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല ദർശനം നടത്തുമ്പോൾ മലയാളികളല്ലാത്ത എല്ലാവരും ഒരു ഗുരുസ്വാമിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പോയാൽ വളരെ പെട്ടെന്നാണ് ദേവനിലേക്ക് എത്തുന്നത്. ഗുരുവിലൂടെ നമുക്ക് ദേവനിലേക്ക് എത്താൻ സാധിക്കൂ. അതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. മാതാവിൽ നിന്നും പിതാവിലേക്കും, പിതാവിൽ നിന്നും ഗുരുവിലേക്കും, ഗുരുവിൽ നിന്നും മാത്രമാണ് ദേവനിലേക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഗുരു ഉണ്ടായിരിക്കണം, എല്ലാത്തിനെക്കുറിച്ചും അറിയാവുന്ന ഗുരു. നമുക്ക് മീനാക്ഷി ക്ഷേത്ര ദർശനത്തിൻ്റെ കാര്യം ചിന്തിക്കാം. അത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്ര മതിൽക്ക് അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. ആ മഹാക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണ താഴികക്കുടം ദർശിക്കുവാൻ സാധിക്കും. പ്രത്യേക സ്ഥാനങ്ങളിൽ നിന്നാൽ അത് കാണുന്ന രീതിയിലാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. അവിടെ നിന്നുകൊണ്ട് ആ പ്രത്യേക സ്ഥാനങ്ങളിൽ അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നിൽക്കാൻ, അതായത് ഭൂമിയിൽ പ്രത്യേകമായ ഓടിൻ്റെ ഒരു തള്ളിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി നിന്നുകൊണ്ട്, അതായത് ഭൂമിയുടെ സ്പർശം പ്രത്യേക രീതിയിൽ അതിൻ്റെ ചാലക വസ്തു വിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ കൃത്യമായിട്ടും അതിന് കുറേ വെന്റിലേഷനുകൾ കൊടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളും മറ്റും മറവ് ഉണ്ടാക്കാത്ത രീതിയിൽ വെന്റിലേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കി ആ താഴികക്കുടത്തിൻ്റെ ആ സ്വർണ്ണവർണ്ണത്തെ നമുക്ക് കണ്ണുകളിലൂടെ കണ്ട് ദർശനം നടത്താം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. കാരണം അകത്തോട്ട് കയറുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ അകത്ത് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ മഹാചൈതന്യത്തിൻ്റെ ഒരംശം നമ്മുടെ കണ്ണുകളിലൂടെ ആദ്യമേ നമ്മുടെ ശരീരം സ്വീകരിച്ച് അതിന് സജ്ജനാകാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരത്തെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ആ ചെറിയ ചൈതന്യം കണ്ണുകളിലൂടെ കിട്ടി ദൂരെ നിന്ന്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മീനാക്ഷി അമ്മയ്ക്കാണ് പ്രാധാന്യം, ദേവിക്കാണ് പ്രാധാന്യം. അവിടെ പാർവതി ദേവിയുടെ പോലെ തന്നെ ശിവൻ്റെയും നടയുണ്ട്. അപ്പോൾ ആദ്യമേ പക്ഷേ നമ്മൾ ദർശനം നടത്തേണ്ടത് മീനാക്ഷി അമ്മയെ തന്നെയാണ്. ആദ്യമേ കിഴക്കേ നട ഇതിലൂടെ വന്നിട്ട് നമ്മൾ അവിടെ വരുമ്പോൾ ഒരു സ്വർണ്ണ താമരക്കുളം കാണുവാൻ സാധിക്കും. അത് ഈ മീനാക്ഷി അമ്മയുടെ നടയുടെ മുന്നിലാണ്. സ്വർണ്ണ താമരക്കുളം എന്നാണ് പറയുക. ആ കുളത്തിൽ സ്വർണത്തിൻ്റെ താമര വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുക അവിടെ. അപ്പോൾ ആ കുളത്തിൻ്റെ കന്നിമൂല ഭാഗത്തായിട്ട്, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്തായിട്ട് ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ആ ഗണപതി പ്രതിഷ്ഠയിൽ ഭസ്മം അഭിഷേകം നടത്തിയിട്ട് നമ്മൾ തനിയെ അതിനു ചുറ്റും ഭസ്മം നിറയെ തൂളിയിട്ടുണ്ട്. അതെടുത്ത് ആ ഗണപതി വിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയതിന് ശേഷം നമ്മൾ കുറച്ചെടുത്ത് നെറ്റിയിൽ തൊട്ടുകൊണ്ടാണ് നമ്മൾ ആ
ആ മീനാക്ഷിയമ്മയുടെ നടയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ മീനാക്ഷിയമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് അടുത്ത് തന്നെ പ്രധാനപ്പെട്ട ശിവൻ്റെ നടയുണ്ട്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചുറ്റമ്പലത്തിലേക്ക് എപ്പോഴും ഇതേപോലെയുള്ള മഹാക്ഷേത്രങ്ങൾക്ക് ഒന്നിലധികം ചുറ്റമ്പലങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നും അടുത്തതിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളുമുണ്ട്. അപ്പോൾ മീനാക്ഷിയമ്മയെ കണ്ടതിന് ശേഷം നമ്മൾ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് പ്രവേശിക്കുന്ന വാതിലിലൂടെ കടന്നു വരുമ്പോൾ അവിടെ വലിയ ഒരു ഗണപതി വിഗ്രഹം കാണാം. തെക്ക് ദർശനമായിരിക്കുന്ന, അതായത് ആ ദർശനം നേരെ പോകുന്നത് മീനാക്ഷിയമ്മയുടെ മുന്നിലൂടെയാണ്. നമ്മൾ കടന്നു വരുന്ന ആ ഇടനാഴിയിലൂടെ ആ സ്വർണ്ണത്താമരക്കുളത്തിനും മീനാക്ഷിയമ്മയുടെ നടയ്ക്കും മധ്യഭാഗത്തൂടെ ഈ തെക്കേ നടയിലേക്ക് നേരെ പോകുന്നുണ്ട് ഈ ഗണപതി ഭഗവാന്റെ ആ ദൃഷ്ടി. ഇത് മുക്കുരുണി വിനായകൻ എന്നാണ് പറയുക. ഇവിടെ മധുര മീനാക്ഷി അമ്മയുടെ ഉത്സവ സമയത്ത് മധുരയിൽ തന്നെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമുണ്ട്, വലിയ തെപ്പക്കുളം എന്നാണ് പറയുന്നത്. ആ കുളം തിരുമല നായ്ക്കർ രാജഭരണകാലത്ത് അവർ നിർമ്മിച്ചതാണ്. ആ കുളം നിർമ്മിക്കാൻ വേണ്ടി കുഴിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു വലിയ വിഗ്രഹമാണ്. അതിഭയങ്കര വലിപ്പമുള്ള ഒരുപാട് കൈകളുള്ള ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെ കണ്ട് തൊഴുതിട്ട് വേണം നമ്മൾ ശിവൻ്റെ നടയിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വീണ്ടും ഈ സ്വർണ്ണ താഴികക്കുടം കാണാനുള്ള ഒരു പ്രത്യേക സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും അത് ദർശനം ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ശിവൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ കയറുക. അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മളുടെ വലത് ഭാഗത്തായിട്ട് നമുക്ക് വളരെ വിശേഷപ്പെട്ടൊരു കാഴ്ച കാണാം. അവിടെ വെള്ളിയമ്പലം എന്നു പേരുള്ള വെള്ളി കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു നടരാജ വിഗ്രഹം കാണാം. അതായത് ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തി സിദ്ധി നേടിയ, സിദ്ധനായിത്തീർന്ന പതഞ്ജലി മഹർഷി അദ്ദേഹത്തിന് ദർശനം കൊടുത്ത ശിവൻ്റെ രൂപമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് നടരാജ രൂപത്തിലുള്ള വിഗ്രഹമാണ്. എല്ലാ നടരാജ വിഗ്രഹങ്ങളും ഇടത് കാലുയർത്തി ആണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിന് പതഞ്ജലി മഹർഷിക്ക് ദർശനം കൊടുത്തപ്പോൾ, തൻ്റെ ഇഷ്ടഭക്തന് ദർശനം കൊടുത്തപ്പോൾ വലത് കാലുയർത്തി നടരാജ രൂപം കാണിച്ചു. വേറെങ്ങുമില്ല അങ്ങനൊരു പ്രതിഷ്ഠ. അവിടെ അതെല്ലാം വെള്ളിയിൽ പൊതിഞ്ഞ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ നടരാജ വിഗ്രഹത്തെ ദർശനം നടത്തിയിട്ട് നേരെ നമ്മൾ ശിവൻ്റെ നേരെ നിൽക്കുമ്പോൾ തന്നെയാണ് അത് കാണുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാം. അവിടുന്ന് ശേഷം അവിടുന്ന് തൊഴുതിട്ട് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊടിമരം, ഏറ്റവും വലിയ കൊടിമരം അവിടെയുണ്ട് ഭഗവാന്റെ മുന്നിൽ. ആ കൊടിമരത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയാൽ വടക്കു ഭാഗത്തായിട്ട് ഏറ്റവും ചൈതന്യമുള്ള ആ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട്. ആ നവഗ്രഹ പ്രതിഷ്ഠയിൽ നമുക്ക് വിളക്കുകൾ കത്തിച്ച് വച്ച് പ്രാർത്ഥിക്കാം. 9 വിളക്കുകൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. അത് 9 തവണ പ്രദക്ഷിണം വച്ചിട്ട് വേണമെങ്കിൽ വയ്ക്കാം. നവഗ്രഹസ്തുതി അറിയാവുന്നവർക്ക് അത് ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കാം. ഇങ്ങനെയെല്ലാം ചെയ്ത് അതിനുശേഷം നവഗ്രഹ പ്രീതി നേടിയതിനു ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ മുന്നിൽ വന്ന് ഭഗവാനെ, പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം നടത്തിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി നമസ്കരിക്കുക. ഈ ദേവനെ നമസ്കരിക്കുന്നത് ദേവൻ്റെ നേരെയല്ല, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവനെ വടക്കോട്ട് കൊടിമരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ആ നടയുടെ തെക്കുഭാഗത്ത്, നടയുടെ നേരെയല്ല തെക്കുഭാഗത്തിരുന്ന് വടക്കോട്ട് നമസ്കരിച്ചേക്കുക. മുന്നിൽ നേരെ നമസ്കരിക്കുന്നത് ഗുരുവിനെ മാത്രമാണ്. ഇത് വശങ്ങളിലേക്ക് വേണം എപ്പോഴും നമസ്കാരം. ആ നമസ്കാരത്തിന് ശേഷം വേണം പുറത്തേക്ക് ഇറങ്ങുവാൻ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടി നമുക്ക് ഒരു സ്ഥലത്ത് കൂടെ പോകേണ്ടതുണ്ട് അവശ്യം. അത് 1000 കാൽ മണ്ഡപം എന്നറിയപ്പെടുന്ന ഈ ശിവൻ്റെ നടയുടെ മുൻഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് അതൊരു മ്യൂസിയം പോലെ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തന്നെയും അവിടെ ഒരു ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുണ്ട്. അവിടെ വിളക്കം കത്തിച്ച് വയ്ക്കാറുണ്ട് ദിവസവും. അത് ചൈതന്യമുള്ള സ്ഥലം തന്നെയാണ്. 1000 കാൽ മണ്ഡപത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തെക്കോട്ട് ദർശനമായിരിക്കുന്ന ശിവൻ ഗുരുക്കന്മാരുടെ ഗുരു, ജ്ഞാനം
നൽകുന്ന ദേവൻ, ആ സ്ഥലത്തു കൂടി നമ്മൾ ദർശനം നടത്തേണ്ടതുണ്ട്. അത് ഐരങ്കാല മണ്ഡപത്തിൽ പഴയ രാജഭരണത്തിൻ്റെ എല്ലാ അവശേഷിപ്പുകളും ഉണ്ട്. നമുക്കത് വിശദമായി കാണാൻ സാധിക്കും. അതിന് ഒക്കെ ശേഷം വേണം ആ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ. ഈ പറഞ്ഞതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളെയും ദർശനത്തെയും കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതല്ലാതെ, ഇത് കൂടാതെ അനേകം അവിടെ പ്രതിഷ്ഠകളും അനേകം സ്ഥലങ്ങളുമൊക്കെ നമ്മൾ ദർശനം നടത്തേണ്ടതുണ്ട്. അതെല്ലാം ഗുരുക്കന്മാരുടെ കൂടെ പോയി ഓരോന്നും കാണിച്ചു തന്ന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്യണം ഓരോരുത്തരും. അങ്ങനെയാണ് മഹാക്ഷേത്രത്തിൻ്റെ പുണ്യം നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കുക. എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ദേവി അനുഗ്രഹിക്കട്ടെ.